നല്ല പടം. നല്ല രസമായിരുന്നു, അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. ക്ലൈമാക്സിൽ എത്തുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് എന്താണെന്നുള്ളത്. അപ്പം നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല റെൻറ്റ് പോകുന്നത്. സൂപ്പർവായിരുന്നു. പടം അടിപൊളിയായിരുന്നു. അടിപൊളി സിനിമയാണ്, വേറെ ലെവലാണ്. അത് ഇൻ്റർവെൽ വരെ നമുക്കൊന്നും മനസ്സിലാവാത്ത പോലൊരു സിനിമയാണ്. പക്ഷേ ഇൻ്റർവെൽ കഴിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ നമുക്ക് വേറെ ലെവലാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എടുത്തു പറയേണ്ട ഒരു സാധനമാണ്. അടിപൊളിയാണ്. ഞാൻ ഇതുവരെയും ഈ ഒരു സിനിമ ഫസ്റ്റ് ഡേ കണ്ടിട്ട് ആൾക്കാർ ഇത്രയും ചിരിച്ചിട്ട് ഇറങ്ങി വരുന്ന ഒരു സാധനം ഞാൻ ആദ്യമായിട്ട് കാണാം. പക്ഷേ അടിപൊളി സാധനം, അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ബസൂക്ക ഒരു മമ്മൂട്ടി ഔട്ട് ആൻഡ് ഔട്ട് പടമാണ്. മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് അവതാരം, 73-ാമത്തെ വയസ്സിൽ പുള്ളിയുടെ സ്വാഗ്, പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഒരു സ്പെഷ്യൽ ഗെറ്റപ്പിലൊക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയായിരുന്നു. ഒരു പടം ബസൂക്ക എന്ന് പറഞ്ഞൊരു ഗെയിമിംഗ് രീതിയിൽ എടുത്തേക്കണ ഒരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ, എന്നാൽ ഒരു കൂടുതൽ ഗെയിം രീതിയിൽ ഒരു ഗെയിമിംഗ് ടെക്നോളജി പോലെയൊക്കെ ഉപയോഗിച്ച് കുറച്ച് എന്താ പറയുക കുറച്ച് ആനിമേഷൻസ് അതൊക്കെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഓവറോൾ നോക്കുവാണെങ്കിൽ എനിക്ക് ആവറേജ് ആയിട്ട് ഫീൽ ചെയ്തത്. ക്ലൈമാക്സ് അത്യാവശ്യം നല്ല രസമൊക്കെ ഉണ്ട്. സെക്കൻഡ് ഹാഫിൽ ഒരു ക്യാമിയോ ഒക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു. വലിയ ക്യാമിയോ ഒന്നും കേട്ടോ, ഒരു കുഞ്ഞി ക്യാമിയോ, പക്ഷേ രസമുണ്ടായിരുന്നത്. ഓവറോൾ നോക്കുവാണെങ്കിൽ ഒരു ആവറേജ് മൂവിയാണ്. പടം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് ഷോ, ബാക്കിയോട് കണ്ടു പറയാം. ഇതെന്താ ഓക്കെ. ബസൂക്ക ഒരു സ്റ്റൈലിഷ് ബസൂക്ക, അതാണ് പടത്തിൻ്റെ ഫൈനലായിട്ട് പറയാനുള്ളത്. ഒരു സ്റ്റൈലിഷ് ബേസിലാണ് പടം പറഞ്ഞു പോണത്. ഒരു ഗെയിം ചേഞ്ചർ റിലേറ്റഡ് സ്റ്റോറിയാണ്. അതായത് ഈ പബ്ജിയുടെ ഒക്കെ വേറൊരു വേഷനിലും 2K കിഡ്സിൻ്റെ ഒക്കെ ഭയങ്കര റിലേറ്റബിൾ ആയിരിക്കും ഫിലിം എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ പടത്തിനെ മേക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തൊട്ട് എൻഡിങ് വരെ മമ്മൂക്കയുടെ ഒരു എന്താ പറയുക സ്റ്റൈല് പിടിച്ചെടുത്തിട്ടുണ്ട്. ഒരു മേക്കിങ്, BGMs ആണെങ്കിലും ചില സീനുകളൊക്കെ ആണെങ്കിലും നമുക്ക് കൈയടിക്കാനുള്ള എൻട്രി സീനൊക്കെ അടിപൊളിയായിരുന്നു. ക്ലൈമാക്സിലോട്ട് വരുന്ന സമയത്ത് വളരെ ഫ്ലെക്സിബിൾ, എന്ന രീതിയിലൊരു സീനുണ്ട്. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, ഇത്ര ഏജ്ഡ് ആയിട്ടുള്ളൊരു മെഗാസ്റ്റാർ ഈ ഒരു സ്റ്റൈൽ റോള് ചെയ്യുന്നുള്ളതാണ് പടത്തിൻ്റെ ഒരു എന്താ പറയുക ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ നോക്കിയാൽ മമ്മൂക്കയുടെ സ്റ്റൈലിഷ് ബേസ്ഡ് ഫിലിം കണ്ടിരിക്കുക എന്നുള്ള രീതിയിൽ പടം വർത്താണ്. കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, ടോട്ടലി രണ്ട് ജോണറാണ്. അസുഖക്കൊള്ളാം. പടം നല്ല പടമാണ്. എന്താ പറയുക, മമ്മൂക്കാൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രമാണ് ഞാൻ കണ്ടേക്കുന്നത്. പിന്നെ നല്ല ആക്ഷനാണ്, BGM, പിന്നെ എല്ലാം കൊണ്ടും പടം സൂപ്പറാണ്. എല്ലാവരും മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ വന്ന് പടം കാണുക. പിന്നെ BGM എന്ന് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പർ BGM. തിയേറ്ററിലോട്ട് കയറുമ്പോൾ തന്നെ എല്ലാം എഴുതി കാണിക്കുമ്പോൾ തന്നെ തുടങ്ങും ഒച്ചപ്പാടും ബഹളം, ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പർ പടമാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്നിരുന്ന് പടം കാണാം കേട്ടോ. പടം തകർത്തിട്ടുണ്ട്. മമ്മൂക്കയുടെ വിളയാട്ടമാണ്. വിഷു ബസൂക്ക തൂക്കി. താങ്ക് യു. അപ്പോൾ എല്ലാവരും കാണണം. എൻ്റെ ബ്രദറിൻ്റെ സിനിമയാണ്. എൻ്റെ ബ്രദറാണ് ഡയറക്റ്റ് ചെയ്തത്, ഡീനോ ഡെന്നിസ്. ഞാനും അതിൻ്റെ അകത്തൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം, ഇത്രേ പറയാനുള്ളൂ. പടം സൂപ്പറായിരുന്നു. നിങ്ങൾ പോയിട്ട് കാണാം, നിങ്ങൾ പോയിട്ട് കണ്ടിട്ട് നിങ്ങൾ പറയാം. ഇത് ലാസ്റ്റത്തെ 20 മിനിറ്റിന് വേണ്ടിയിട്ടുള്ള പടം. ആ ലാസ്റ്റ് 20 മിനിറ്റിൽ സിനിമ ടേക്ക് ഓഫ് ചെയ്യേണ്ടത് നമ്മൾ തന്നെ വിചാരിക്കും. പിന്നെ കട്ട മമ്മൂക്ക ഫാനാണെങ്കിൽ നിങ്ങൾക്ക് എന്താ രോമാഞ്ചിഫിക്കേഷൻ പടം.